കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയായ ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുന്നു. വേൾഡ് സൺഡേ സ്കൂൾ ഡേ. നീതിയുള്ള ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്താണ്? നാം ഇന്ന് പഠിക്കുന്നത് അതാണ്. നാം ആയിരിക്കുന്നത് ഒരു ദുഷ്ടലോകത്താണ്. ഈ ലോകത്തിൽ നീതിയുള്ള നേരുള്ള ഒരു സമൂഹം നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ നീതിയുള്ള സമൂഹമായ ആ ദൈവരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിലാണ് നാം പങ്കാളികളായിരിക്കുന്നത്. ഇത് വളർത്തിക്കൊണ്ടുവരേണ്ടത്, കെട്ടിപ്പടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ചെറുപ്പം മുതലേ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കാളികളാണ്. ദേ ആർ കോൾഡ് ടു സെർവ്. സേവനത്തിനായി വിളിക്കപ്പെട്ടവരാണ് അവർ. ഇതിനായി അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ദൈവവചനം പഠിച്ചാൽ മാത്രമേ ദൈവത്തെപ്പറ്റി അറിയുവാനും ആ ദൈവത്തെ ഉൾക്കൊള്ളുവാനും ആ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാനും സാധ്യമാകുകയുള്ളൂ. ആത്മീകമായ ഒരു വളർച്ച അപ്പോഴാണ് സാധ്യമാകുന്നത്. വൃദ്ധരായ ശേഷം ആത്മീകമായി വളരുവാൻ കഴിയില്ല. അത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. ആ അഭ്യസനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഭൂമിയിൽ നാം ദൈവരാജ്യ നിർമ്മിതിയിലായിരിക്കുമ്പോൾ പലവിധമായ നിന്ദകളും പരിഹാസങ്ങളും കഷ്ടപ്പാടുകളും പീഡകളും നമുക്ക് സഹിക്കേണ്ടതായി വരും. അപ്പോഴെല്ലാം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് പോലെ, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ആദ്യമായി ഒരു സങ്കീർത്തനം പഠിക്കാം. 26-ാം സങ്കീർത്തനം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിൻ്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്. ഈ ദാവീദ് നാം ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. നാം ഓരോരുത്തരും പറയുകയാണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തരും പറയണം, വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. ദൈവത്തോടടുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ദാവീദിനോടൊപ്പം നമുക്കും പറയാം, യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്. അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു.
സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നു, എൻ്റെ കാലടി സമനിലത്ത് നിൽക്കും. സമനിലത്ത്, നേരായ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ, നീതിയുടെ പാതയിൽ നാം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് വെളിവാക്കിയിരിക്കുന്നത്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായ ഓരോരുത്തരും ഇന്നും പറയേണ്ടത് അതാണ്. അവർ ഉറപ്പിച്ച് പറയേണ്ടത് അതാണ്. വിൻഡിക്കേറ്റ് മീ ഓ ലോർഡ്, for I have led a blameless life. I have trusted in the Lord without wavering. Test me, O Lord, and try me. Examine my heart and my mind. For your love is ever before me, and I walk continually in your truth. I do not sit with deceitful men, nor do I consort with hypocrites. I abhor the assembly of evildoers and refuse to sit with the wicked. I wash my hands in innocence and go about your altar, O Lord, proclaiming aloud your praise and telling of all your wonderful deeds. I love the house where you live, O Lord, the place where your glory dwells. Do not take away my soul along with sinners, or my life with bloodthirsty men, in whose hands are wicked schemes, whose right hands are full of bribes. But I lead a blameless life. Redeem me and be merciful to me. My feet stand on level ground. In the great assembly I will praise the Lord. ഇന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് പരിചയപ്പെടാം. ഫ്രം ദ ബുക്ക് ഓഫ് 1 സാമുവൽ ചാപ്റ്റർ 3 വേഴ്സസ് 1-10. ഈ വിദ്യാർത്ഥി മറ്റാരുമല്ല, ഇസ്രായേലിലെ ആദ്യത്തെ വലിയ പ്രവാചകനും ഒടുവിലത്തെ ന്യായാധിപനുമായിരുന്ന ശമൂവേൽ പ്രവാചകനാണ്. ഈ ശമൂവേൽ പ്രവാചകൻ ബാലനായിരുന്നപ്പോൾ ദേവാലയത്തിൽ വളർത്തപ്പെട്ടവനായിരുന്നു. അന്ന് ശീലോവിൽ ഒരു സമാഗമന കൂടാരമുണ്ടായിരുന്നു, ടാബർനാക്കിൾ. ഈ സമാഗമന കൂടാരത്തിൽ ഏലി എന്ന പുരോഹിതൻ്റെ കൂടെയായിരുന്നു ശമൂവേൽ ബാലൻ വളർത്തപ്പെട്ടത്. ആ സമാഗമന കൂടാരത്തിൽ ശമൂവേൽ ബാലൻ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ദൈവം ശമൂവേൽ ബാലനെ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. പക്ഷേ ഈ ബാലന് ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായില്ല. താൻ ഓർത്തു ഏലി പുരോഹിതൻ തന്നെ വിളിക്കുകയായിരിക്കുമെന്ന്. പക്ഷേ അത് ദൈവത്തിൻ്റെ വിളിയായിരുന്നു. അന്ന് ഇസ്രായേലിൽ ആത്മീയമായ ഒരു ശോഷണമുണ്ടായിരുന്നു, എ സ്പിരിച്വൽ ഡിക്ലൈൻ. ജനം ദൈവഭയമില്ലാത്തവരായി ജീവിച്ചിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഈ ശമൂവേൽ ബാലനെ ദൈവം വിളിക്കുന്നത്. വലിയൊരു നിയോഗമായിരുന്നു ശമൂവേൽ ബാലന് ദൈവം കൊടുത്തത്. ഭാവിയിൽ ഇസ്രായേലിലെ വലിയൊരു പ്രവാചകനായി തീരുവാൻ, അതുപോലെ ഒരു വലിയ ന്യായാധിപനായി തീരുവാൻ ഉള്ള ആ നിയോഗം. നമുക്ക് വായിക്കാം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു.
ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. അതായത് ഈ ശീലോവിലെ ടാബർനാക്കളിൽ യഹോവയുടെ നിയമപ്പെട്ടകമുണ്ടായിരുന്നു, ആർക്ക് ഓഫ് ദ കവനൻറ്റ്. ആ പെട്ടകത്തിന് മുൻപിൽ നിലവിളക്കുണ്ടായിരുന്നു, മെനോറ, കവരവിളക്ക്. ആ വിളക്ക് അവിടെ സദാ കത്തിക്കൊണ്ടിരുന്നു. ഈ നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതായിരുന്നു. വേഴ്സ് 4. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയനിതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് ഏലി പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന്, അടിയനിതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യവും വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെന്നു, അടിയനിതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലി പുരോഹിതന് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായ സമയത്ത് ദൈവത്തിൻ്റെ ആ ഉദ്ദേശം സാധ്യമാക്കുവാൻ ദൈവം ഓരോരുത്തരെയും വിളിക്കും. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ഓരോരുത്തരും ഇത് ഓർക്കേണ്ടതാണ്. ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവരാജ്യ നിർമ്മിതിയിൽ നിങ്ങൾ പങ്കാളികളാകണം. അതിനായി കാലാകാലങ്ങളിൽ ഓരോരുത്തരെയും ദൈവം വിളിക്കും. ആ വിളി ഏത് തരത്തിലുള്ള വിളിയായിരിക്കും എന്നുള്ളത് ആ സമയത്ത് മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെ ഈ പഴയ നിയമകാലത്ത് ശമൂവേൽ ബാലനെ വിളിച്ചത് ഭാവിയിൽ അവൻ ഇസ്രായേലിലെ പ്രവാചകനും ന്യായാധിപനുമൊക്കെ ആയിത്തീരുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ദൗത്യത്തോടു കൂടിയായിരുന്നു. അതുപോലെ ഇന്നും ദൈവം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ, അതിന് നാം ശ്രദ്ധ കൊടുക്കണം. കാരണം എവിടെയും എപ്പോഴും ഒരു സ്പിരിച്വൽ ഡിക്ലൈൻ സംഭവിക്കാം. ആത്മീയമായ ഒരു അപജയം, ഒരു ശോഷണം എപ്പോഴും എവിടെയും സംഭവിക്കാം. അവിടെയെല്ലാം നാം വിശ്വസ്തയോടും അതുപോലെ താഴ്മയോടും ആ ദൈവത്തിൻ്റെ വിളിയെ അനുസരിക്കണം. ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹംബിൾ റെസ്പോൺസ് ടു ഗോഡ്സ് വോയിസ്. അതാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇവിടെ വിശുദ്ധ ബൈബിളിൽ നാം വായിച്ചത്, അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് നാം കേൾക്കണം, പഠിക്കണം, അനുസരിക്കണം. അത് ഹൃദയസ്ഥമാക്കണം. നാം അത് മനനം ചെയ്യണം. അതനുസരിച്ച് നാം ജീവിക്കണം എന്നാണ് നമുക്ക് ഈ പാഠഭാഗത്തൂടെ പഠിക്കുവാനുള്ളത്. The boy Samuel ministered before the Lord under Eli. In those days, the word of the Lord was rare. There were not many visions. അന്ന് ഇതുപോലെയുള്ള ദർശനങ്ങൾ കുറവായിരുന്നു. അക്കാലത്താണ് ദൈവം ഈ ശമൂവേൽ ബാലനെ വിളിക്കുന്നത്. അപ്പോൾ ആത്മീയമായ മൂല്യച്യുതി സംഭവിക്കുമ്പോഴൊക്കെയും
തൻ്റെ മക്കളെ ദൈവം ഉദ്വേഗിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും, അവരെ വിളിക്കും, അവരെ പറഞ്ഞയക്കും. നിങ്ങളിത് ചെയ്യ്, നിങ്ങളിത് കേൾക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾ ജനത്തോട് പറയുക. വിദ്യാർത്ഥികൾ ആത്മീയരായി വളരുവാൻ അഥവാ ദൈവാനുരൂപരായി വളരുവാൻ അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവർ ആരൊക്കെയുമായാണോ സഹവസിക്കുന്നത് അവിടെയുള്ള മുതിർന്നവർക്കും വളരെ വലിയ, വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുവാനുള്ളത്. ഈ വചനഭാഗത്ത് നാം കണ്ടത് ശൗമേൽ ബാലൻ പുരോഹിതനായ ഏലിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അതിനാലായിരുന്നു ഇനി നിന്നെ വിളിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ഉത്തരം പറയണം എന്നത് ഏലി പുരോഹിതനിൽ നിന്ന് കേൾക്കുവാൻ ശൗമേൽ ബാലന് കഴിഞ്ഞത്. ദൈവത്തിൻ്റെ വിളിയോട് അതനുസരിച്ച് പ്രതികരിക്കുവാനും ശൗമേൽ ബാലന് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ ദൈവാനുരൂപരായി വളർത്തുവാൻ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ടീച്ചേഴ്സ് ഇവരുടെ പങ്ക് എത്രമാത്രം വലുതാണ്, എത്രമാത്രം വിലപ്പെട്ടതാണ്. ഇവർ എത്രമാത്രം ദൈവവചനത്തിൽ ആഴമായി വിശ്വസിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമായിരിക്കണം. ഈ വചനഭാഗം തുടർന്ന് നാം വായിക്കുമ്പോൾ ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ സംഭവിച്ച ഒരു ട്രാജഡി നമുക്ക് കാണുവാൻ കഴിയും. ടാബർനാക്കളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ, പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ 2 ആൺമക്കളെ വളർത്തുന്നതിൽ ഏലി പുരോഹിതൻ ഒരു പരാജയമായിരുന്നു. ഈ ആൺമക്കൾ 2 പേരും ദൈവത്തിൽ നിന്നകന്ന് ദൈവഭയമില്ലാതെ ദുർവൃത്തരായി ജീവിക്കുന്നവരായിരുന്നു. ഇത് ഏലി പുരോഹിതനിൽ വളരെയധികം മനക്ലേശവും മനപ്രയാസവും ഉളവാക്കി. ഈ 2 ആൺമക്കളുടെ മേലും ദൈവം ശിക്ഷ അയച്ചു. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേലുണ്ടായി. ഈ 2 ആൺമക്കളും ഒരേ ദിവസം യുദ്ധത്തിൽ പട്ടുപോയി. ഇതറിഞ്ഞ ഏലി പുരോഹിതൻ താൻ ഇരുന്ന പീഠത്തിൽ നിന്നും പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മക്കളെ നേരായ പാതയിൽ ദൈവവഴിയിൽ നടത്തുവാൻ സാധിക്കാത്ത ഒരു പിതാവിനും ആ കുടുംബത്തിന് തന്നെയും വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അതിനാൽ തന്നെ ആയിരുന്നു ഏലി പുരോഹിതൻ ആ തിരുനിവാസത്തിൽ അഥവാ ആ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ദൈവം ശൗമേൽ ബാലനോട് സംസാരിക്കുന്നത്, ശൗമേൽ ബാലനെ വിളിക്കുന്നത്. ശൗമേൽ ബാലനെ തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിനായി ഒരു പ്രവാചകനായി, ന്യായാധിപനായി ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, God bypasses the corrupt, spiritually weak priestly line of Eli and established a direct personal relationship with Samuel. അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം, established spiritual order can grow blind and deaf to God's voice, creating a need for God to raise up new humble servants. ദൈവവചനത്തിന് അഥവാ ആത്മീയമായ ജീവിതത്തിന് എപ്പോഴാണോ ഒരു മൂല്യച്യുതി അല്ലെങ്കിൽ ഒരു ശോഷണം സംഭവിക്കുന്നത്, ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുവാനായി ആളുകളെ തിരഞ്ഞെടുക്കും. അതുപോലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ശൗമേൽ ബാലനുണ്ടായത്.
ഇന്ന് സൺഡേ സ്കൂൾ ദിനമായി, അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ മക്കളെ വിളിക്കുന്നു. ആ വിളിക്ക് നാം ചെവി കൊടുക്കണം. വിശ്വസ്തയോടും താഴ്മയോടും കൂടെ ആ വിളിക്ക് നാം ചെവി കൊടുക്കണം. കാരണം എസ്റ്റാബ്ലിഷ്ഡ് സ്പിരിച്വൽ ഓർഡർ ക്യാൻ ഗ്രോ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ടു ഗോഡ്സ് വോയിസ്. അതുകൊണ്ടാണ് ദൈവം ഹംബിൾ സെർവൻസിനെ തിരഞ്ഞെടുക്കുന്നത്. ശൗമേൽ ബാലൻ എത്രമാത്രം ഹംബിളായിരുന്നു. ദൈവസന്നിധിയിൽ താഴ്മയോടും വിശ്വസ്തയോടും കൂടെ നാം നടക്കണം, സഞ്ചരിക്കണം. അതാണ് ഈ വചനഭാഗത്തൂടെ നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. തുടർന്ന് ഇന്നത്തെ പ്രധാന വചനപാഠമായ സുവിശേഷ ഭാഗം നോക്കാം. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവവചനം അനുസരിക്കേണ്ടതിൻ്റെ, ഉൾക്കൊള്ളേണ്ടതിൻ്റെ, ആഗിരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. സാക്ഷാൽ യേശുക്രിസ്തു തന്നെയാണ് ഇത് നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവവചനം ജഡമായി തീർന്നവനാണ് യേശുക്രിസ്തു. The word became flesh in Jesus Christ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ താൻ നടത്തിയ അവസാന പഠിപ്പിക്കലുകളുടെ ഒരു ഭാഗമാണിത്. യൂദ തന്നെ വിട്ടുപോയ ശേഷം ആ 11 ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവരോട് സ്വകാര്യമായി സംസാരിക്കുകയാണ്. ഇൻറ്റിമേറ്റ് കോൺവെർസേഷൻ. നിങ്ങൾ എന്നിൽ വസിപ്പേൻ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പേൻ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ആ ഫലം നിലനിൽക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നെല്ലാം ആ ശിഷ്യന്മാരോട് സ്വകാര്യമായി സംസാരിക്കുകയാണ്. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. കാരണം ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു, നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. എത്രമാത്രം വ്യക്തമായും ദൃഢമായും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്.
യേശുക്രിസ്തുവിൽ വസിപ്പീൻ എന്നാണ് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം വിശ്വസിച്ച് അതിനെ സ്വീകരിക്കുന്നവർ ആ വചനമായ ദൈവവുമായി ചേർന്ന് ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. ഇത് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ അടുത്ത വചനപാഠം. വിശുദ്ധനായ പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 2 verses 1-10. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു എന്ന് യേശുക്രിസ്തുവിനെ പറ്റി പ്രവചിച്ചിരിക്കുന്നു. സിയോനിൽ ഇടപെട്ട ആ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് നാം ഇന്നറിയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവർക്കാണ് മാന്യത. വിശ്വസിക്കാത്തവർക്കോ ആ മൂലക്കല്ല് തന്നെ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി തീരും. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കായകയാൽ തന്നെ ആ കല്ലിൽ തട്ടി തകർന്നു പോകും. അതിനായി അവരെ വെച്ചുമിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നാശത്തിനായി അല്ലെങ്കിൽ നശിക്കാനായി പിറന്നവർ എന്ന് നമുക്കവരെക്കുറിച്ച് പറയാം. അതിനാൽ ലോക ജനതയോട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മായമില്ലാത്ത പാലാണ് ദൈവവചനം. ഈ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മായമില്ലാത്ത ഈ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് ലോകജനതയോട് പത്രോസ് അപ്പോസ്തലൻ ഘോഷിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. Therefore, rid yourselves of all malice and all deceit, hypocrisy, envy, and slander of every kind. Like newborn babies, crave pure spiritual milk, so that by it you may grow up in your salvation. Now that you have tasted that the Lord is good. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുവല്ലോ. As you come to him, the living stone, rejected by men but chosen by God and precious to him, you also, like living stones, are being built into a spiritual house to be a holy priesthood, offering spiritual sacrifices acceptable to God through Jesus Christ. ആ കല്ലിനോട് വന്ന് ചേരുന്നവരെല്ലാം ജീവനുള്ള കല്ലുകളായി മാറും. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെല്ലാം നിത്യജീവൻ 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 ലഭിക്കും. ജീവനുള്ള കല്ലുകളായി അവർ മാറി ആ മൂലക്കല്ലിനോട് ചേർന്ന് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. A spiritual house, to be a holy priesthood, offering spiritual sacrifices acceptable to God through Jesus Christ. ഈ യേശുക്രിസ്തുവിനെ പറ്റി, ഈ മൂലക്കല്ലിനെ പറ്റി എന്താണ് പ്രവചനത്തിൽ തിരുവെഴുത്തുകളിൽ പറയുന്നത്? Verse 6. For in scripture it says, See, I lay a stone in Zion, a chosen and precious cornerstone, and the one who trusts in him will never be put to shame. Now, to you who believe, this stone is precious, but
To those who do not believe, the stone the builders rejected has become the capstone, a stone that causes men to stumble, and a rock that makes them fall. They stumble because they disobey the message, which is also what they were destined for. അവരെ അതിനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. കാരണം യേശുവിനെ വേണ്ടാത്തവർക്ക്, യേശുവിനെ വേണ്ടാത്ത ലോകം ആ യേശുവിനെ തള്ളിക്കളഞ്ഞ മൂലക്കല്ല്, ആ മൂലക്കല്ല് യേശുവിനെ വേണ്ടാത്തവർ ആ മൂലക്കല്ലിൽ തന്നെ തട്ടി തകർന്നു പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനായി അവരെ വെച്ചുമരിക്കുന്നു. They were destined for it. എന്നാൽ വിശ്വസിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. വേഴ്സ് 9. But you are a chosen people, a royal priesthood, a holy nation, a people belonging to God, that you may declare the praises of Him who called you out of darkness into His wonderful light. Once you were not a people, but now you are the people of God. Once you had not received mercy, but now you have received mercy. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതിരുന്നതിന് മുമ്പ് നാം കരുണ ലഭിക്കാത്തവരായിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ജനം അല്ലായിരുന്നു. Once you were not a people, ജനമല്ലാതിരുന്നവരായിരുന്നു, ഒരു അഡ്രസ്സുമില്ലാത്തവരായിരുന്നു. But now you are the people of God. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനോട് ചേർന്ന് ആത്മീയ ഗ്രഹമായി പണിയപ്പെടുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ഈ അഖിലലോക സൺഡേ സ്കൂൾ ദിനത്തിൽ വിദ്യാർത്ഥികൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ദൈവവചനത്തിൽ പുകഴുന്നവരുമായിരിക്കണം. ദൈവിക സത്യങ്ങൾ, ആ നിത്യസത്യങ്ങൾ സൺഡേ സ്കൂളിലൂടെ നാം മനസ്സിലാക്കണം. അതിൽ അടിയുറച്ചവർ ആയിരിക്കണം. മൂലക്കല്ലായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളായി നാം ആ ആത്മീയ ഗൃഹം ആയിത്തീരുന്നു. സ്പിരിച്വൽ ഹൗസ് ഹോൾഡ്. വിശുദ്ധ സിയോൻ എന്ന ആ രക്ഷിതഗണം കർത്താവിനോടൊത്തു വസിച്ച് അവൻ്റെ സന്നിധിയിലെ ആനന്ദം അനുഭവിക്കുന്നു. All of us together makes up that temple, that spiritual household. നമുക്ക് പാടാം. Christ is made the sure foundation, Christ the head and cornerstone. Christ is made the sure foundation, Christ the head and cornerstone, chosen of the Lord and precious, wine
jubilation pours perpetual melody. God involved in three adoring in glad hymns eternally. To this temple where we call you, come, O Lord of hosts, to